വയനാട് ചെമ്പ്ര ട്രക്കിംഗ് ഫണ്ട് വെട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. രേഖകൾ ആവശ്യപ്പെട്ട വിവരാവകാശ പ്രവർത്തകനെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപേക്ഷകനെ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരിലാൽ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. വരൂ നമുക്ക് നേരിട്ട് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. വയനാട് ചെമ്പ്ര മലമുകളിലേക്കുള്ള ട്രെക്കിങ്ങിന് സഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്ന പണമാണ് വെട്ടിപ്പ് നടത്തിയത്. വിവരാവകാശ പ്രവർത്തകനായ ബി പ്രദീപ് കുമാർ 2008 മുതൽ 24 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. മേപ്പാടി റേഞ്ച് ഓഫീസർക്കായിരുന്നു അപേക്ഷ. എന്നാൽ കിട്ടിയ മറുപടി ഓഡിറ്റ് റിപ്പോർട്ട് കാണാനില്ല എന്നായിരുന്നു. സൗത്ത് DFO ഷജ്ന കരീമിന് അപ്പീൽ നൽകി. രേഖകൾ കാണാനില്ലെന്ന മറുപടി ക്രിമിനൽ കുറ്റമാണെന്ന് മനസ്സിലാക്കിയ ഷജ്ന കരീം രേഖകൾ നൽകണം എന്ന് മറുപടി നൽകി. മറുപടി കിട്ടിയില്ല. വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. ഉത്തരവിട്ടിട്ടും മറുപടിയില്ല. ഗവർണർക്ക് പരാതി കൊടുത്തു. രേഖകൾ കാണാതായിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തോ എന്ന് വീണ്ടും ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ ഹരിലാലിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തതോടെയാണ് വിവരാവകാശ പ്രവർത്തകനെ റേഞ്ച് ഓഫീസർ വിളിക്കുന്നത്. കാണാനില്ല എന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിവിടെ എന്റെ ഫയൽ പരിശോധിച്ച് കാണാനില്ല. പക്ഷെ അന്ന് ഓഡിറ്റ് നടത്തിയില്ല. ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ഇതുവരെയും ഓഡിറ്റ് രേഖകൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് കിട്ടിയില്ല. വിവരാവകാശ അപേക്ഷകനെ വിളിച്ച് യാചിക്കുന്നതിന് പകരം വിവരാവകാശ മറുപടി കൊടുക്കുകയല്ലേ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്? ഈ രേഖകൾ പുറത്തു വന്നാൽ ഒരുപാട് ഉദ്യോഗസ്ഥർ കുടുങ്ങും എന്നുറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഈ രേഖകൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.